Memory is a man's real possession. In nothing else is he rich. In nothing else is he poor. Crime wave deceives, criminal mind perceives, and criminal soul conceives. അലക്സാണ്ടർ സ്മിത്ത്. വർഷം 1992. അമേരിക്കയിലെ ടെക്സസിലെ മാതൃശിശുരോഗ വിദഗ്ധനായ റോബർട്ട് ഹൗസ് സ്കോപ്പോലാമിൻ എന്ന മരുന്ന് 2 തടവുപുള്ളികളിൽ കുത്തിവെച്ചു. നാർക്കോ അനാലിസിസ് അല്ലെങ്കിൽ ട്രൂത്ത് സിറം ടെസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ രീതി ആദ്യമായി കുറ്റാന്വേഷണത്തിൽ ഉപയോഗിക്കപ്പെട്ടത് അന്നാണ്. എന്നാൽ നാർക്കോ അനാലിസിസിനെ പറ്റി ആദ്യമായി പ്രതിപാദിക്കുന്നത് സ്റ്റീഫൻ ഹോഴ്സ്ലിയുടെ നാർക്കോ അനാലിസിസ് എ ന്യൂ ടെക്നിക് ഇൻ സൈക്കോതെറാപ്പി എന്ന പുസ്തകത്തിലാണ്. 1943 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ നാർക്കോ അനാലിസിസിനെ ഒരു മനഃശാസ്ത്ര ചികിത്സയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ചില പ്രത്യേക മരുന്നുകൾ കുത്തിവെക്കുമ്പോൾ രോഗികൾ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തരും എന്ന് അദ്ദേഹം കണ്ടെത്തി. ആകസ്മികമായിരുന്ന ഈ കണ്ടെത്തൽ കുറ്റാന്വേഷണ രംഗത്ത് മുതൽക്കൂട്ടാവുമെന്ന് ഒരുപക്ഷെ അന്ന് ഹോഴ്സ്ലി ചിന്തിച്ചിട്ടുണ്ടാകില്ല. അനസ്തേഷ്യയ്ക്ക് 4 ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടത്തിൽ രോഗിക്ക് മരുന്ന് നൽകുകയും രോഗിയിൽ അതിന്റെ ഫലങ്ങൾ പ്രകടമായി തുടങ്ങുകയും ചെയ്യും. വ്യക്തി മയക്കത്തിലാണെങ്കിലും സംഭാഷണം നടത്താൻ സാധിക്കും. ശ്വസനം മന്ദഗതിയിലുള്ളതും ക്രമാനുഗതവുമായിരിക്കും. രണ്ടാമത്തേതിൽ വ്യക്തി അർദ്ധബോധാവസ്ഥയിലാവുകയും ട്രാൻസ് പോലുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. മരുന്ന് തുടർച്ചയായി നൽകുകയാണെങ്കിൽ ആ വ്യക്തി പിന്നീട് 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കും, പൂർണ്ണ അബോധാവസ്ഥ. വിദഗ്ധരുടെ സംഘത്തിൽ ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ, ഓഡിയോ വീഡിയോഗ്രാഫർ, റൈറ്റർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവരുണ്ടാകും. 3000 മില്ലി ഡിസ്റ്റിൽ വാട്ടറിൽ 3 ഗ്രാം സോഡിയം പെന്റത്താൽ അല്ലെങ്കിൽ സോഡിയം അമിറ്റാൽ കലർത്തിയാണ് നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തുന്നത്. നാർക്കോ അനാലിസിസിന് വിധേയമാക്കുന്ന വ്യക്തിയുടെ ശരീരഭാരം അനുസരിച്ച് ഡോസ് കണക്കാക്കുകയും 4 മില്ലി പെർ മിനിറ്റ് എന്ന നിരക്കിൽ ഒരു അനസ്തെറ്റിസ്റ്റ് മരുന്ന് നൽകുകയും ചെയ്യുന്നു. ഡോസ് വ്യക്തിയുടെ ലിംഗഭേദം, പ്രായം, ആരോഗ്യം, ശാരീരിക അവസ്ഥ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ആവശ്യമായ ഫലം ലഭിക്കുന്നതിന് പെന്റത്താലിന്റെ ഒരു ഡോസ് 0.1 മുതൽ 1 ഗ്രാം വരെ വ്യത്യാസപ്പെടാം. ഫിസിഷ്യൻ പരിശോധനയ്ക്കായി വ്യക്തിയുടെ ഫിറ്റ്നസ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം അനസ്തെറ്റിസ്റ്റ് വ്യക്തിയുടെ ശരീരത്തിലേക്ക് മരുന്ന് നൽകുന്നു. തെറ്റായ ഡോസ് വ്യക്തിയെ കോമയിലേക്കോ മരണത്തിലേക്കോ അയച്ചേക്കാം. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ച് വേദനയില്ലാതെ ഉറക്കത്തിനും മയക്കത്തിനും ഇടയിലുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ കഴിവുള്ളവയാണ് നാർക്കോട്ടിക്കുകൾ. ശരീരത്തെ ശാന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യ മസ്തിഷ്കം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളിൽ ഒന്നായ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡിനെ ഈ ബാർബിറ്റുറേറ്റുകൾ അനുകരിക്കുന്നു. ഇവ ഗാബ സെൽ റിസപ്റ്ററുകളുമായി ബന്ധിപ്പിക്കുകയും വ്യക്തിയെ ട്രാൻസ് പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിലായ വ്യക്തിക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ ചില നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം നിർദ്ദിഷ്ടവും ലളിതവുമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും. അർദ്ധബോധാവസ്ഥയിലുള്ള ഒരാൾക്ക് ഉത്തരങ്ങൾ ആലോചിച്ച് പറയാൻ സാധിക്കാത്തതിനാൽ ഉത്തരങ്ങൾ സ്വയമേവയുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വീഡിയോയിലും ഓഡിയോ കാസറ്റുകളിലും റെക്കോർഡ് ചെയ്യപ്പെടുന്നു. വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് തെളിവെടുപ്പിൽ ഉപയോഗിക്കുന്നത്. കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണ് സർക്കാർ ആശുപത്രികളിൽ ഈ നടപടിക്രമം നടത്തുന്നത്. വിധേയമാകുന്ന വ്യക്തിയുടെ സമ്മതവും അത്യാവശ്യമാണ്. 4 ഘട്ടങ്ങളിലായാണ് ടെസ്റ്റ് നടത്തുന്നത്. പ്രീ ടെസ്റ്റ് ഇന്റർവ്യൂ, പ്രീ നാർക്കോട്ടിക് സ്റ്റേറ്റ്, സെമി നാർക്കോട്ടിക് സ്റ്റേറ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഇന്റർവ്യൂ. പ്രീ ടെസ്റ്റ് ഇന്റർവ്യൂ മുഴുവൻ നടപടിക്രമങ്ങളെക്കുറിച്ചും വിധേയമാകുന്ന വ്യക്തിയെ വിശദീകരിക്കുകയും അറിവോടെയുള്ള സമ്മതം വാങ്ങിക്കുകയും ചെയ്യുന്നു. പ്രീ നാർക്കോട്ടിക് സ്റ്റേറ്റ് അനസ്തേറ്റിസ്റ്റ് വ്യക്തിയെ റിലാക്സ്ഡ് ആവുന്നത് വരെ ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്ത് അഭിമുഖത്തിനുടനീളം പ്രീ നാർക്കോട്ടിക് സ്റ്റേറ്റ് നിലനിർത്തുന്നു. സെമി നാർക്കോട്ടിക് സ്റ്റേറ്റ് സെമി നാർക്കോട്ടിക് അവസ്ഥ സ്ഥാപിച്ച ശേഷം വ്യക്തിയുടെ മുഖം ചുവക്കുകയും സ്പഷ്ടമായി സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ സ്റ്റേജിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും അഭിമുഖം നടത്തുന്നു. ഇതിനുശേഷം ഒരു വ്യക്തിക്ക് ഉറങ്ങി ഉണരാനും അനുവാദമുണ്ട്. വ്യക്തി ഉണർന്നു കഴിഞ്ഞാൽ അനസ്തെറ്റിസ്റ്റ് അയാളെ പരിശോധിക്കുന്നു. പോസ്റ്റ് ടെസ്റ്റ് അഭിമുഖത്തിൽ മെമ്മറി പരിശോധിക്കുകയും അഭിമുഖത്തിനിടെ എന്താണ് സംസാരിച്ചതെന്ന് വ്യക്തിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഇനി നാർക്കോ അനാലിസിസ് പരാജയപ്പെട്ട ഒരു കേസ് നോക്കാം. അരുണ കൊലക്കേസ്.
ചിക്കബെല്ലാപൂരിൽ അരുണ എന്ന സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അറസ്റ്റിലായി. നാർക്കോ അനാലിസിസിൽ ഭർത്താവ് കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് മറ്റ് തെളിവുകൾ ഒന്നുമില്ലാതിരുന്നിട്ടും അയാൾ പ്രതിയാക്കപ്പെട്ടു. ഭാഗ്യവശാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഇതേ സംസ്ഥാനത്തെ അറസ്റ്റിലായ മറ്റൊരാൾ ചിക്കബെല്ലാപൂരിൽ നടന്ന ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഉത്തരവാദി താനാണെന്ന് സമ്മതിച്ചു. ഈ വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ്സ് പരിശോധിച്ചപ്പോൾ ക്രൈം സീനിൽ നിന്നും അന്ന് കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ്സുമായി സാമ്യത ഉണ്ടായിരുന്നു. അങ്ങനെ അരുണയുടെ ഭർത്താവിനെ വിട്ടയക്കുകയും ചെയ്തു. നാർക്കോ അനാലിസിസ് പോലുള്ള പരിശോധനകൾ ശാസ്ത്രത്തിലെ പുരോഗതിയുടെ ഫലമാണ്. നാർക്കോ അനാലിസിസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം അതിലെ മനുഷ്യാവകാശ ലംഘനത്തെ പറ്റിയും ചർച്ചകൾ ഉയരുന്നു. അന്വേഷണ സഹായമായി ഈ സാങ്കേതികത പ്രയോഗിക്കുന്നതിന്റെ നിയമപരമായ നിലപാട് ഒരു വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവയിലേക്കുള്ള കടന്നുകയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നു. അതായത് ഒരു മനുഷ്യനും, അത് കുറ്റാരോപിതൻ ആയാൽ പോലും, ഒരു കുറ്റകൃത്യത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ സാധ്യതയുള്ള ഏതൊരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ അയാളെ നിർബന്ധിക്കാനാവില്ല. കുറ്റാരോപിതനെ പരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 സബ് ക്ലോസ് 3യുടെ ലംഘനമായാണ് കണക്കാക്കുന്നത്. കുറ്റസമ്മതം ഏതെങ്കിലും ശാരീരികമോ ധാർമ്മികമോ ആയ നിർബന്ധത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെങ്കിൽ അത് കോടതി തള്ളിക്കളയേണ്ടതാണ്. എന്തുകൊണ്ട് നാർക്കോ അനാലിസിസ്? കുറ്റാരോപിതൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ നിരവധി മാർഗങ്ങൾ ഇന്നുണ്ട്. നാർക്കോ അനാലിസിസിന് പുറമെ പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് എന്നീ സാങ്കേതിക വിദ്യകൾ കുറ്റാന്വേഷണ രംഗത്ത് സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. കുറ്റാരോപിതനെ മാനസികമായോ ശാരീരികമായോ പരിക്കേൽപ്പിക്കാത്തവയാണ് ഇവയിൽ പലതുമെങ്കിലും പൂർണ്ണമായും സത്യം പുറത്തു കൊണ്ടുവരാൻ ഈ രീതികൾക്ക് കഴിയുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അന്വേഷണ ഏജൻസികൾക്ക് കുറ്റകൃത്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തെളിവുകളിലേക്ക് വഴികാട്ടാൻ ഇവ സഹായകമാവുമെന്നതിനാലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇവ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് നാർക്കോ അനാലിസിസിന്റെ സാധ്യത? ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും കുറ്റാന്വേഷണ രംഗത്ത് നാർക്കോ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാർക്കോ അനാലിസിസിലൂടെ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ നേരിട്ടുള്ള തെളിവായി കോടതികൾ സ്വീകരിക്കുന്നില്ല. സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസിൽ വ്യക്തികളുടെ സമ്മതമില്ലാതെ നടത്തുന്ന ഇത്തരം കുറ്റാന്വേഷണ രീതികൾ അസാധുവാണെന്നും മൗലികാവകാശ ലംഘനമാണെന്നും നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ സ്വമേധയാ നാർക്കോ അനാലിസിസിന് വിധേയനാകുന്ന വ്യക്തി അതിലൂടെ നടത്തുന്ന വെളിപ്പെടുത്തലുകൾക്ക് അയാൾ കോടതിയിൽ നൽകുന്ന മൊഴിയുടെ സാധുത ഇല്ലതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തിയ തെളിവുകൾ സ്ഥിരീകരിക്കാനോ മറ്റു തെളിവുകളെ പിന്താങ്ങാനോ കണ്ടെത്താനോ നാർക്കോ അനാലിസിസിലൂടെയുള്ള വെളിപ്പെടുത്തലുകളെ ഉപയോഗപ്പെടുത്താം. അബു സലിം കേസിലെന്ന പോലെ മറ്റ് കേസുകളിലും നാർക്കോ അനാലിസിസ് അന്വേഷണ ഏജൻസികളെ സഹായിച്ചിട്ടുണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഫോറൻസിക് സയൻസ് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ശാസ്ത്രശാഖയാണ്. വിചാരണ വേളയിൽ യഥാർത്ഥ കുറ്റവാളികളെ തിരിച്ചറിയുക മാത്രമല്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് തടയാനും ശാസ്ത്രീയ തെളിവുകൾ സഹായിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ തത്വം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തിയെ അയാളുടെ സമ്മതമില്ലാതെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കാൻ സാധിക്കില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാകും അത്. നാർക്കോ അനാലിസിസ് പോലെ വളരെ സങ്കീർണമായ ഈ പ്രക്രിയയ്ക്ക് ശാസ്ത്രീയവും നിയമപരവുമായ അംഗീകാരം ഉണ്ടാകേണ്ടതുണ്ട്. ശാസ്ത്രവിദ്യകൾ മനുഷ്യന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അത്തരത്തിൽ നാർക്കോ അനാലിസിസിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിയമനിർമ്മാണമാണ് അനിവാര്യം.